ഇന്നൊരു നല്ല ഡേ ആയിരുന്നു. ഇവിടുന്ന് എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെയും കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ടോക്സിക് ഫ്രണ്ട്സിനെ കുറിച്ച് പുരാണം പറയാമെന്ന്. ചില ഫ്രണ്ട്സ് ഉണ്ടേ, അവർക്ക് നമ്മളോട് നല്ല സ്നേഹമൊക്കെ ആയിരിക്കും. നമ്മൾ കൂടെ ഉള്ളപ്പോൾ ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും. എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക, സഹായങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തൊക്കെ തരും. പക്ഷേ ഇവരുടെ വീട്ടിൽ പോയിട്ട് ഇവർ അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോടോ നമ്മളെക്കുറിച്ച് പറയുന്നത് നെഗറ്റീവ്സ് മാത്രമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞേക്കുന്ന ചെറിയ സീക്രട്സ് ഒക്കെ വീട്ടുകാരോട് പോയിട്ട് അങ്ങോട്ട് ഷെയർ ചെയ്യും. എന്നാൽ ഇവർ സ്വന്തം സീക്രട്സ് പറയത്തൊന്നുമില്ല. പിന്നെ നമ്മൾ പോസിറ്റീവായിട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഇല്ലാത്തതും അല്ലെങ്കിൽ നെഗറ്റീവ്സും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടൊരു ഇമേജ് ആയിരിക്കും ഇവരുടെ പേരൻസിനോ ഫാമിലി മെമ്പേഴ്സിനോ നമ്മളെക്കുറിച്ച് കൊടുക്കുന്നത്. ഇതിൽ ഏറ്റവും രസം, ഇവരുടെ ഒരു സീക്രട്സും സ്വന്തം വീട്ടിൽ പറയത്തില്ല, മറ്റുള്ളവരുടെ സീക്രട്സ് മാത്രമേ പറയത്തുള്ളൂ. ഇവർക്ക് ചിലപ്പോൾ 2-3 ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അത് ഒരേ സമയം മാനേജ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും. അതൊന്നും സ്വന്തം വീട്ടിൽ പറയില്ല കേട്ടോ. എന്നിട്ട് അവരുടെ കൂടെ കറങ്ങാൻ പോയിട്ട് ഒരു പക്ഷേ കുറ്റം ചുമത്തുന്നത്, ആ ഫ്രണ്ടിൻ്റെ ബോയ് ഫ്രണ്ട് വന്നു ഉമ്മ, അങ്ങനെ ലേറ്റ് ആയതാ, അവൾക്ക് കുറേ ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ എല്ലാ കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ടിൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് ഇവരങ്ങ് ഇവരുടെ വീട്ടുകാരുടെ മുമ്പിൽ നല്ല ഡീസൻ്റ് ആവും. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഇവരെ ഭയങ്കര വിശ്വാസമായിരിക്കും. ഇതൊന്നും അറിയാതെ നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയാലോ അവരതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഒരു പക്ഷെ നമ്മളോട് പെരുമാറുന്നത്. കാര്യം അന്വേഷിച്ച് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ സത്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. റിയൽ ഫ്രണ്ട് സ്വന്തം പാർട്ട്ണറിനോട് പോലും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ സീക്രട്സ് ഒന്നും ഷെയർ ചെയ്യാൻ നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്നത് വളരെ നോക്കിയും കണ്ടും മാത്രമാണ്.